അതെന്താ പറയാ, അത് ഇതിൽ പരം ജീവിതം അങ്ങോട്ട് തൃപ്തിയാണെന്ന് പറയില്ല. നമ്മൾ എവിടെ നിന്ന് ആലോചിക്കുക, നമ്മൾ എവിടെ നിന്ന് വന്നു, അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എന്താ പറയാ, ജീവിതം തൃപ്തി എന്ന് പറയുന്ന മൊമെന്റ് എന്നെ സംബന്ധിച്ച്. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും അത്രയും ഫുൾഫിൽഡ് ആയി. ഇത് എക്സ്പ്രഷന്റെ മാത്രമല്ല, ഒരു ദൈവം തന്നൊരു മൊമെന്റ് അത് ജീവിതത്തിൽ. കേട്ടോ, അപ്പൊ ശരി. ശാന്തി ലൈഫ് പണം പൊളിക്കും, വെറുതെ പറയുന്നതല്ല. ഭയങ്കര ആൽബം കേട്ടില്ലേ, പാട്ടുകളൊക്കെ കേട്ടില്ലേ, രക്ഷയില്ല. ശരി. അണ്ടർറേറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ സിനിമ OTT വന്നു കഴിഞ്ഞപ്പം നെറ്റ്ഫ്ലിക്സിൽ 19 രാജ്യങ്ങളിൽ ഒരു മാസത്തോളം ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്നു, ഫ്രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു പടം പല രാജ്യങ്ങളിൽ. അപ്പോൾ അതൊരിക്കലും അണ്ടർറേറ്റഡ് ഒന്നുമില്ല, എല്ലാവരും കണ്ടു. പിന്നെ ഇന്ന് ആ OTT വന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് പേര് വിളിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റി കമൽ സാർ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതേ സമയത്തൊക്കെ എന്താ ചെയ്യുന്നത്? ഐ മീൻ അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ റോൾസൊക്കെ കമ്പയർ ചെയ്താണ് പറഞ്ഞത്. ചങ്കിടിക്കായിരുന്നു പെട്ടപ്പെട്ട ഇത് എന്ത് ഇത് ആരുടെ മുന്നിൽ വെച്ചാൽ മണി സാർ അത്രയും വലിയൊരു ഫംഗ്ഷനിൽ ഞാൻ തന്നെ ഒരു സൈഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്ത് കാണുമ്പോൾ തോന്നുന്നത് എന്താണോ അതുപോലെ തന്നെ അത് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പി. ചേട്ടൻ പൊതുവെ എല്ലായിടത്തും ഹാപ്പി ആയിട്ട് കാണും, പക്ഷെ ഇത്ര എക്സ്ട്രീമിലി കണ്ണൊക്കെ അത്ര ഹാപ്പി ആയിട്ട് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കാണുന്നത്. ഭയങ്കര ഓസ്കർ കിട്ടിയ ഒരു ഫീലായിരുന്നു നമുക്ക് തന്നെ. ഭയങ്കര സന്തോഷം. ഇതിന്റെ മേലേക്കൊന്നും കിട്ടാനില്ല ഇനി. അത് അത്രയും സന്തോഷമുള്ളൊരു കമന്റാണ്. കാരണം അത് ആരെ പറഞ്ഞെന്നുള്ളതാണല്ലോ. നമ്മളിപ്പോൾ ഒരു സിനിമയുടെ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതും സിനിമയെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നതും ആര് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ കാര്യമാണ്. ചുമ്മാ പോയിട്ട് ഒരുത്തിനൊന്ന് പറഞ്ഞതുകൊണ്ട് അത് റിവ്യൂ ആവുന്നില്ല. അത് അവരുടെ ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് സിനിമ എന്താന്ന് 4 വയസ്സ് മുതൽ വന്ന് പഠിച്ച് ഒരു നടൻ്റെ എക്സ്ട്രീം എവിടം വരെ പോകാമെന്നുള്ളത് കാണിച്ച് അതിനുശേഷം വ്യത്യസ്തങ്ങളായ സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ ഡയറക്ഷൻ പടങ്ങളൊക്കെ ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത്രയും വലിയൊരു മനുഷ്യൻ ഒരു കാര്യം പറയാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയായി എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ആര് പറയുന്നു എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പടങ്ങൾ ഇപ്പോൾ അവിടുത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട്. അപ്പം അതൊന്നും പറയാറില്ല, കാരണം ഞാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം പറയാൻ പറ്റും. തെലുങ്ക് അറിയാത്ത തെലുങ്ക് ഹിന്ദിയും തൽക്കാലം ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുക. വെബ് സീരീസ് ഒക്കെ വരുന്നുണ്ട്, പടങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഭാഷ അങ്ങോട്ട് കിട്ടാനില്ലാണ് കുറച്ച് കേട്ടത്. ആ ഉണ്ട്. അല്ല, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ നല്ല സിനിമ എവിടെ നിന്നല്ല അവിടെ ഇത് ചെയ്യാന്നുള്ളതാണ്. നല്ല ഡയറക്ടർ, നല്ല പ്രൊജക്ട്, അതിപ്പോൾ ഒരു ഒന്നും നോക്കില്ല, അതിന് വേറെ മാനദണ്ഡങ്ങളില്ല. അല്ല, ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ തൊട്ടടുത്ത തമിഴ് മലയാളമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഒരു കുറവ് ജോത്സാറെ ഞാൻ കൂടി വരുന്നുണ്ട് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു പക്ഷെ അവിടെ ഭയങ്കര രസമാണ്.
കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളെ ആ ഒരു രീതി ഭയങ്കര ഇഷ്ടമാണ് ജയറാമേട്ടനൊക്കെ പറഞ്ഞു. അത് ഭയങ്കര കാരണം അവര് എന്താണെന്നറിയില്ല, അത് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും എല്ലാ അർത്ഥത്തിലും. ശരി, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ചോദിക്കുന്നത്